എല്ലാവർക്കും സ്വാഗതം. ഡിസൈനർ പാർട്ടി വെയർ കോൺസെപ്റ്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡി ടു വെയർ സാരീസിന്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന റെഡി ടു വെയർ സാരി വിത്ത് 1 മീറ്റർ വരുന്ന വെൽവെറ്റ് ഫാബ്രിക്കുള്ള ബ്ലൗസിന്റെ ഫാബ്രിക്കാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ആണ് മെയിൻ ഹൈലൈറ്റ്. പ്രൈസ് വരുന്നത് 1200 ആണ്. 1200 റേഞ്ചിലാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡി ടു വെയർ സാരീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള 5 ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് ഷെയ്ഡാണ്. ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. മെറ്റീരിയൽ വരുന്നത് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ആണ്. ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിനകത്ത് ത്രൂ ഔട്ട് ഇതുപോലെ വാട്ടർ സീക്വൻസ് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ ലൈൻസ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു ഫാബ്രിക് വരുന്നത്. അപ്പം റെഡി ടു വെയർ സാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ 6 മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 6 മീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്ലീറ്റ്സിലൊക്കെ നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ബ്ലൗസിന് വേണ്ടിയിട്ട് 1 മീറ്റർ വരുന്ന വെൽവെറ്റിന്റെ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത്. വെൽവെറ്റിൽ സീക്വൻസും അതുപോലെ തന്നെ ത്രെഡും ചേർത്തിട്ടുള്ള 6 ആക്ട് പാറ്റേണിലുള്ള ഒരു ഡിസൈനർ ഫാബ്രിക് ആണ് ബ്ലൗസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. 1 മീറ്റർ ബ്ലൗസിന്റെ ഫാബ്രിക്കും അതുപോലെ തന്നെ 6 മീറ്റർ വരുന്ന ഈ ഒരു റെഡി ടു വെയർ സാരീസും കൂടി നമ്മുടെ പ്രൈസ് വരുന്നത് 1200 ആണ്. 1200 ആണ്. അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ്സ് നോക്കാം. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ്. അപ്പൊ റെഡി ടു വെയർ സാരീസിന്റെ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്ന്. എന്നിരുന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ ഇതുപോലെ 2 സൈഡിലായിട്ട് ഇതുപോലെ ടൈ കൊടുത്തിട്ടുണ്ടാവും. ആ ടൈ വെച്ചിട്ട് നമുക്കിവിടെ ടൈ ചെയ്യാം. അതിനുശേഷം ഈ പ്ലീറ്റ്സിന്റെ പോർഷനിൽ ഇതുപോലെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഹുക്ക് നമ്മുടെ വേസ്റ്റ് സൈസ് അനുസരിച്ച് ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് ആ ഒരു പോർഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് ചുറ്റിയെടുക്കാൻ റെഡി ടു വെയർ സാരി റെഡി. അപ്പൊ ഈ സാരിയുടെ ഫൈനൽ ലുക്ക് ഇതുപോലെ ആയിരിക്കും വരിക. മൊത്തം നമുക്ക് 5 ഷെയ്ഡ്സ് ആണ് സാരീസിലുള്ളത്. സാരീസിന്റെ കളേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ബ്ലൗസിന് വേണ്ടിയിട്ട് എല്ലാത്തിനും സെയിം ഈ ഒരു ബ്ലാക്ക് ടോണിലുള്ള ബ്ലൗസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളേഴ്സ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. റാണി പിങ്ക് ഷെയ്ഡാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. അപ്പൊ ഇത് നോർമലി നമുക്ക് ഈ സാരിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 42 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. ഈ വേസ്റ്റ് മുതൽ താഴത്തെ പോർഷൻ വരെ 42 ഇഞ്ചസ് ആണ് വരുന്നത്. നോർമൽ സാരിയുടെ ലെങ്ത് ആണ് വരുന്നത്. അതിൽ നിങ്ങൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റോ അതല്ലെങ്കിൽ എത്ര ലെങ്ത് ആണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ നോട്ട്സിന്റെ സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ ലെങ്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് മെഷർമെന്റ് ആണ്. നോർമലി റെഡി ടു വെയർ സാരീസ് യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വേസ്റ്റ് മെഷർമെന്റ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മെഷർമെന്റ് നമ്മുടെ നോട്ട്സിന്റെ സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതല്ലാതെ അറിയില്ലെങ്കിൽ ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മുടെ വേസ്റ്റ് മെഷർമെന്റ് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് മെഷർ ചെയ്യാം. ആ മെഷർമെന്റ് ചെയ്യുക. അതും പോസിബിൾ അല്ലെങ്കിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സൽവാസോ ടോപ്സോ ഒക്കെ ഏത് സൈസാണെന്ന് വെച്ചാൽ സ്മോളോ മീഡിയമോ ലാർജോ എക്സലോ ഡബിൾ എക്സലോ അങ്ങനെ ഏത് സൈസ് ആണെങ്കിലും ആ സൈസ് കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഡബിൾ എക്സൽ സൈസസ് ആണെങ്കിലും ഡബിൾ എക്സൽ സൈസ് എന്നുള്ള ആ ഒരു സൈസ് നമ്മുടെ നോട്ട്സിന്റെ സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പം നമുക്ക് അതനുസരിച്ച് നിങ്ങളുടെ വേസ്റ്റ് മെഷർമെന്റിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാരീസിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 1200 ആണ്. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ എനിക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 15ാമത്തെ ദിവസമായിരിക്കും നമ്മളിവിടെ നിന്ന് ഡെസ്പാച്ച് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു